ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ക്യാരറ്റ് കൊണ്ടുള്ള വിഭവങ്ങളാണെന്ന് ഉണ്ടാക്കണേ. മധുരമുള്ളതും പുളിരസമുള്ളതുമായിട്ടുള്ള വിഭവമാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരമാണെങ്കിൽ അങ്ങനെ, ടേസ്റ്റ് കൂടുതൽ സോർ ടേസ്റ്റാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. 5 ക്യാരറ്റ് നമ്മൾ കഴുകി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്യാരറ്റാണ്, ഇതുകൊണ്ടാണ് 2 ഫ്ലേവേഴ്സിലുള്ള ഡിഷ് ഉണ്ടാക്കാൻ പോണത്. ആദ്യം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഇപ്പം നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഉരുക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ് വേണ്ടത്. ഇപ്പോൾ നല്ലോണം മെൽറ്റായി. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞു. ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അരച്ചത് ചേർക്കാം. ക്യാരറ്റ് പഞ്ചസാര വെള്ളത്തിൽ കിടന്നിങ്ങനെ തിളയ്ക്കണം. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നു. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് ചൂടോടെ തന്നെ ക്യാരറ്റ് തിളപ്പിച്ചത് ഒഴിക്കാം. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കണേ. അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ക്യാരറ്റ് ചേർന്ന് വരുന്ന പോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ബട്ടറും പഞ്ചസാരയും ക്യാരറ്റും ചേർത്ത് മിക്സ് അരിപ്പൊടിയിൽ നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോഴും ചൂടുണ്ട്. 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. നല്ലോണം കുഴച്ച ശേഷം കയ്യിലിത്തിരി വെളിച്ചെണ്ണ തടവിയിട്ട് കുറച്ച് മാവെടുത്ത് കുഞ്ഞു ബോളാക്കാം. എന്നിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ ഷേപ്പിലാക്കിയിട്ട് വയ്ക്കാം. എല്ലാം ഇങ്ങനെ കുഞ്ഞു ബോൾസാക്കി അതിൽ കുഞ്ഞു കുഴി ഉണ്ടാക്കി വയ്ക്കാം. ഇനി ചെറിയ ഇഡ്ഡലി തട്ടിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ തടവാം. ഓരോന്നായിട്ടെടുത്ത് തട്ടിലേക്ക് വയ്ക്കാം. തട്ടിൽ ഒട്ടിപ്പിടിക്കാണ്ടിരുന്നോളും വെളിച്ചെണ്ണ തടവുമ്പോൾ. രണ്ടാമത്തെ തട്ടും എണ്ണ തടവി വെച്ചതാണ്. ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വയ്ക്കാം. സ്റ്റീമറിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി 2 തട്ടും സ്റ്റീം ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി അടയ്ക്കാം. ഇപ്പോൾ 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം വെന്തു. ഇനി ഓഫ് ചെയ്യാം. ഇത് സാമ്പാർ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടാണ്. ഇതാവുമ്പോൾ എളുപ്പമാണ്. ഇതില്ലെങ്കിലും സാധാരണ പോലെ നിരത്തി വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ 2 തട്ടുകളിലായിട്ട് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു തട്ടിൽ ഇത് സ്വീറ്റായിട്ടും മറ്റത് സോർ ആൻഡ് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. 2 ഫ്ലേവറിലും കിട്ടും. പാനിലേക്ക് കഷ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം അത്ര തന്നെ പഞ്ചസാര ചേർക്കാം. നൂൽപാകം ആവാനൊന്നും നിൽക്കണ്ട. ഒരു മധുരത്തിന് വേണ്ടി ഒന്ന് തിളച്ച് കിട്ടണം, അത്ര വേണ്ടു. ഇത് 3-4 തുള്ളി റോസ് എസൻസ് ആണ്, അതും ചേർക്കാം. റോസ് വാട്ടർ ആണെങ്കിൽ 1 സ്പൂൺ ചേർക്കേണ്ടി വരും. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റാം. ഇനി ഒരു ചെറിയ നെല്ലിക്കയുടെ അത്ര പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കാം. രണ്ടാമത്തെ ഡിഷാണിത്. പുളിയുടെ ഒരു പച്ച ഫ്ലേവർ മാറി ശർക്കര അലിഞ്ഞ് കിട്ടണം. ഇനി അധികം എരിവില്ലാത്ത പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. കടിച്ചാലും നല്ലാണ്ട് എരിയാത്ത എത്ര പോലത്തെ മുളക് മതി. ഒന്ന് തിളച്ചു. ഇനി ഓഫ് ചെയ്യാം. പ്ലേറ്റിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ക്യാരറ്റ് ഇങ്ങനെ നിരത്തി വയ്ക്കാം. ആദ്യം ഉണ്ടാക്കിയ പഞ്ചസാരപ്പാനി ഈ കുഴിയിലേക്ക് വയ്ക്കാം. ഇനി എല്ലായിടത്തും മധുരമാവണ പോലെ നമുക്ക് ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. വേറെ പ്ലേറ്റിൽ അടുത്ത സെറ്റ് നിരത്തി വയ്ക്കാം. ഇങ്ങനെ സോർ ആൻഡ് സ്പൈസി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. കുട്ടികൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമാവുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. മധുരത്തിൽ പഞ്ചസാരപ്പാനി ഒഴിച്ച പോലെ ഇത് ഒഴിക്കാം നമുക്ക്. അങ്ങനെ മധുരമുള്ളതും പുളിയുള്ളതും റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് ഇത് രണ്ടും കഴിക്കാൻ. കാണാനും നല്ല ഭംഗിയാണ്. വേറെ കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ക്യാരറ്റിൻ്റെ നല്ല നിറമുണ്ട് ഇതിൽ. സ്വീറ്റ് ഡിഷിൽ നമ്മൾ ചേർത്ത റോസ് എസൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. കൂടുതൽ മധുരം വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാരയും ചേർക്കാം. അപ്പോൾ ഈ വിഭവം ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.